എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആൽഫ്രെഡോ പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പാസ്ത വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്കിതിന് വേവിച്ചെടുക്കാം. പാസ്ത ഒരുപാട് വേവിക്കാൻ പാടില്ല. പാസ്ത വേവാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആവും. നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് തന്നാൽ പാസ്ത നന്നായിട്ട് വെന്തു. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം മേലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. പാസ്ത എപ്പോഴും വേവിച്ചെടുക്കുമ്പോൾ ഊറ്റിയെടുത്തതിന് ശേഷം മേലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് ഒന്നിനൊന്നിനും ഒട്ടാണ്ട് കിട്ടും. ഇനി നമുക്ക് ആൽഫ്രെഡോ സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 3-4 വെളുത്തുള്ളി വഴറ്റുമ്പോൾ എപ്പോഴും തീ സിമ്മിലിട്ടിട്ട് വഴറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തീ സിമ്മിൽ തന്നെ ഇട്ട് വഴറ്റിയാൽ മതി. മൈദ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറണം. അപ്പോൾ കളർ ഇതാ ഒന്ന് മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ 1 കപ്പ് പാല്, ഏകദേശം ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ ഇത്. നന്നായിട്ട് ഇളക്കാം. ഇതിൽ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അങ്ങനെയും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ഫുൾ ക്രീം മിൽക്ക് ഉപയോഗിച്ചാൽ മതി. പാൽ ഒന്ന് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ക്രീം ചീസാണ്. നന്നായിട്ടൊന്ന് അലിയണം പാലിൽ. ഇപ്പം നമ്മുടെ ക്രീം ചീസൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സാധാരണ ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം തിളയ്ക്കുമ്പോൾ നല്ല തിക്കാവും ഇത്. അത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പാർസ്ലി. ഇത് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈ പാർസ്ലി. നന്നായിട്ട് മിക്സ് ആക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അത്. നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും, അടിയിൽ പിടിക്കും. സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ പാകം ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പ്രത്യേകിച്ച് ഇതിൽ ചീസും അതുപോലെ തന്നെ മൈദയും ഒക്കെ ഉള്ള കാരണം കൊണ്ട് തിക്കാവുകയും ചെയ്യും സോസ്. ഒപ്പം തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ട, നല്ല തിക്കാണ് സോസ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ പാസ്ത വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സോസും ദാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഈ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിന് മേലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കണ സോസ് ഒഴിക്കാം. എല്ലാ പാസ്തയും നന്നായിട്ട് മുങ്ങിക്കിടക്കണ പോലെ ഉണ്ടാവണം സോസ്.
ഇതിന് മേലെ നമുക്ക് ഈ മോസറെല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അത് നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറേ ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം. നിറയെ ചീസൊക്കെ ഉണ്ടായാലാണ് ഈ ഇങ്ങനെ ഇതിന് സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ പാഴ്സ്ലി. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വന്നാൽ മതി. മേലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നേരം വെച്ച് നോക്കാം. ചീസൊക്കെ ഒന്ന് മെൽട്ടായാൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചു. നമ്മുടെ പാസ്ത നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നല്ല ചൂട്ടോട് കൂടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സ്വാദ് ഉണ്ടാവുക. നല്ല റിച്ചാണ്. ഫുൾ ചീസ് കൊണ്ടുള്ള കളിയാണ്. പക്ഷെ നല്ല സ്വാദാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.